തൊട്ടാവാടി ടച്മി നോട്ട് എന്നൊക്കെ പറയപ്പെടുന്ന മിമോസ പുഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്ന ഈ ചെടിയുടെ ഇലയിൽ ഒരിക്കലെങ്കിലും തൊട്ടു നോക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഉള്ള പല വിനോദങ്ങളിൽ ഒന്നായിരുന്നില്ലേ ഇതും. ഒന്ന് തൊട്ടാൽ തൽക്കാലം ഒന്ന് ഒതുങ്ങുക, വീണ്ടും പൂർവാധികം ശക്തിയോടെ വിരിഞ്ഞു നിൽക്കുക. നല്ല രസമുള്ള ഒരു ചെടി തന്നെയല്ലേ ഇത്. ഇതിന്റെ തൈ ഇപ്പോൾ ആമസോണിലൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. വില ഏകദേശം 200 രൂപയുടെ ഒക്കെ മുകളിലാണ്. ഞാൻ ഇന്ന് പറമ്പിൽ നിന്നും ഒരെണ്ണം പറിച്ചെടുത്ത് ഒരു ചെറിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പോട്ടിൽ വെച്ച് നോക്കുകയാണ്. അതിനായി ഞാൻ ചെറിയൊരു പോട്ട് ഉണ്ടാക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കും ഇത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് വെച്ച് നോക്കാവുന്നതാണ്. അല്പം തൊട്ടാവാടിയുടെ ചരിത്രം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോഴാണ് അദ്ദേഹം ചില്ലറക്കാരനല്ല, ഒരു ഇന്റർനാഷണൽ പൗരനാണെന്ന് മനസ്സിലായത്. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി അമേരിക്കയിൽ പോലും തൊട്ടാവാടി ചെന്നെത്തിയിരിക്കുന്നു. ഇത് മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നായിരുന്നു ഇതുവരെ ഞാനൊക്കെ കരുതിയിരുന്നത്. അങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ആൾ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺ ആണെന്ന് മനസ്സിലായത്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതിന്റെ ഇലയിൽ തൊട്ടു നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചുമ്മാ യെസ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മനുഷ്യബന്ധങ്ങളിലെ നൊമ്പരം, തളർച്ച, ആലസ്യം എന്നിവയൊക്കെ പ്രകടിപ്പിക്കാൻ തൊട്ടാവാടി ഒരു ശക്തമായ പ്രതീകമായി നമ്മുടെ സാഹിത്യത്തിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. കാവുങ്ങട്ടെ അമ്പലത്തിലെ പാട്ടല്ലടി കേക്കണത്, നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്കു പൊന്നാരെ, നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്കു പൊന്നാരെ. കാവുങ്ങട്ടെ അമ്പലത്തിലെ പാട്ടല്ലടി കേക്കണത്, നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്കു പൊന്നാരെ. കാവുങ്ങട്ടെ അമ്പലത്തിലെ പാട്ടല്ലടി കേക്കണത്, നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്കു പൊന്നാരെ, നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്കു പൊന്നാരെ. കാവുങ്ങട്ടെ അമ്പലത്തിലെ പാട്ടല്ല